കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളായി നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ സമയമെടുത്ത് പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നൽകിയ നല്ല സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നല്ല നിലയിൽ ഫെയ്ത്തിനകത്ത് ആത്മാവിൽ ലയിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നൽകുന്ന കൃപകൾക്കായി സ്തോത്രം. ഓൺലൈനാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും പലരും അങ്ങനെ ആത്മാവിനാൽ നിറഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഞാൻ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. പലരും നമ്മൾ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ ബുദ്ധിയിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഫീലുണ്ടാകാറുണ്ട് നമുക്ക്. അതിന് കാരണം നമുക്കറിയാം, അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷ പറയുമ്പോൾ തന്നെ ചില നേരത്ത് നമുക്ക് ദൈവാത്മാവ് അത് വിവേചിക്കാനായിട്ടുള്ള വരം തരാറുണ്ട്, വിവേചിക്കാനായിട്ടുള്ള ഒരു തലം തുറന്ന് തരാറുണ്ട്. എന്നാൽ പലരും അതിനപ്പുറമായിട്ട് പ്രാർത്ഥനയിൽ മുന്നേറുന്നത് കേൾപ്പാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ അന്യഭാഷയിൽ മുന്നേറുമ്പോൾ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ റിലത്തിന് അപ്ഗ്രഡേഷൻ നടക്കുകയാണ്. നമ്മൾ ഒരു തലത്തിൽ നിന്ന് അടുത്തൊരു തലത്തിലേക്ക് ദൈവാത്മാവിനാൽ മാറുകയാണ്. ഞാൻ ഇന്നലെ രാത്രി ചർച്ചിനകത്ത് ക്ലാസ് എടുത്തപ്പോൾ ഒരു ഭാഗം എടുത്തിരുന്നു. നിങ്ങൾ ഇന്നലെ രാത്രിത്തെ സന്ദേശം കേൾക്കാത്തവരായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈനിൽ കിടക്കുന്നുണ്ട്, നിങ്ങളത് കേൾക്കണം. നല്ലതാണ്. നിങ്ങളുടെ അകത്ത് നിങ്ങളുടെ വെളിപ്പാടുകളിൽ വളരാനായിട്ട് നിങ്ങൾക്കത് ഒന്നുകൂടെ നല്ലതാണ്. ഇന്ന് രാവിലെ തന്നെ നമുക്കൊന്നുകൂടെ ആ വചനങ്ങളിൽ 1-2 വാക്കുകൾ ധ്യാനിച്ച് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത സഭയിലുള്ള വിശുദ്ധന്മാരോട് പറയുകയാണ്, കർത്താവ് ആത്മാവാകുന്നു, കർത്താവ് ആത്മാവാകുന്നു. ഇന്ന് പകൽ സെക്ഷനിൽ ഞാൻ ആ ഭാഗം എടുക്കും. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതിനെ നമ്മൾ 5 പദങ്ങൾ ഈ വാക്കിനകത്ത്, ഈ അധ്യായത്തിനകത്ത് ആത്മാവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്നലെ രാത്രി ധ്യാനിച്ചിരുന്നു. അതിൽ 4-ാമത്തേതാണ് ആത്മാവ് ഉള്ളിടത്ത്, കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതെന്തല്ല എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. ആ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്താൽ നമുക്ക് ദൈവാത്മ വിടുതൽ നൽകുമ്പോൾ, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിപ്പിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ കർത്താവാകുന്ന ആത്മാവിൻ്റെ ദാനമാണ് ഇനി പറയുന്ന രൂപാന്തരം. എന്താ രൂപാന്തരം? തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുകയാണ്. ഏത് പ്രതിമയായിട്ട്? കർത്താവിനെ പോലെ നമ്മൾ രൂപാന്തരപ്പെടുകയാണ്, അവനെ പോലെ ആവുകയാണ്. അപ്പോൾ ഈ പ്രോസസ്സ് നിങ്ങളുടെ അകത്ത് നടക്കുമ്പോൾ, ഈ പ്രക്രിയ നിങ്ങളുടെ അകത്ത് നടക്കുമ്പോൾ, ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് വളരുകയാണ്. അപ്പോൾ ഈ സ്റ്റേജ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മദാനം ദൈവാത്മ നിങ്ങളുടെ മേൽ പകർന്നു, നിങ്ങളുടെ കണ്ണുകൾ ദൈവം തുറക്കും, നിങ്ങളുടെ മേൽ ദൈവാത്മാവ് ആത്മതലങ്ങളിലുള്ള അനുഭവങ്ങൾ തുറക്കാൻ തുടങ്ങും. നിങ്ങൾ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും, ദർശനങ്ങൾ കാണാൻ തുടങ്ങും, നിങ്ങൾ പ്രവചനാത്മാവിൽ നിറയാൻ തുടങ്ങും. ഇങ്ങനെ പല നിലയിലുള്ള വരങ്ങൾ, അതിനപ്പുറത്ത് നിങ്ങളുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്ന ആത്മാവിൻ്റെ തലങ്ങൾ നിങ്ങളുടെ അകത്ത് തുറക്കാൻ തുടങ്ങും. ഇങ്ങനെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങളുടെ അകത്ത് വ്യക്തിപരമായി സംഭവിക്കും. അത് എല്ലാ തലങ്ങളെയും ബാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ അവന് തത്തുല്യമായി അവനെ പോലെ നിങ്ങൾ രൂപാന്തരപ്പെടാൻ തുടങ്ങുമ്പോൾ ഒരു തലത്തിൽ നിന്ന് നിങ്ങൾ അടുത്ത തലത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. ഇത് എന്തിനാണ് നിങ്ങൾ അടുത്ത തലങ്ങളിൽ നിന്ന് ഒന്നിൽ നിന്ന് അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്? നിങ്ങളിങ്ങനെ ഈ തലങ്ങളിൽ നിങ്ങൾ വളരും തോറും നിങ്ങൾ, കർത്താവ് ഈ എബ്രായ ലേഖനത്തിൽ വാക്യമുണ്ട്, നിങ്ങൾക്ക് ജീവൻ്റെ പുതുവഴി തുറന്നിട്ടുണ്ട്. ജീവൻ്റെ പുതുവഴി നിങ്ങൾക്ക് തുറന്നിട്ടുണ്ട്. എവിടേക്ക്? പിതാവിങ്കിലേക്ക്, സ്വർഗസ്ഥലങ്ങളിലേക്ക്. ഇനി ബൈബിൾ അടുത്തൊരു വാക്ക് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്. എന്താണ് ആ വാക്യം? 4:16. അതുകൊണ്ട് ആരിലും ഒരാളൊന്ന് വായിച്ച് സഹായിക്കാമോ? എബ്രായ ലേഖനം 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. അപ്പം ധൈര്യത്തോടെ നമുക്ക് കൃപാസനത്തിൻ്റെ അടുക്കൽ ചെല്ലാൻ കഴിയുന്ന ഒരു സ്റ്റേജ് ഉണ്ടോ?
ഇനി എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പം സ്വർഗസ്ഥലങ്ങളുണ്ടോ? സ്വർഗസ്ഥലങ്ങൾ ഇംഗ്ലീഷിലാണ് 2:6 കിടക്കുന്നത്, മലയാളത്തിൽ 2:7. ഒന്ന് നമുക്ക് കണ്ട് ആ വാക്കൊന്ന് കണ്ട് പ്രാർത്ഥിക്കാം. നോക്കിയേ, ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തെ തന്നെ കൃപയുടെ അത്യന്ത തന്നത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്, അവിടെ ഇംഗ്ലീഷ് കണ്ടോ, ആൻഡ് ഹാത്ത് റേസ്ഡ് us up together and made us sit together in heavenly places. കണ്ടോ, സ്വർഗസ്ഥലങ്ങളിൽ നമ്മെ അവനോടുകൂടെ, പ്ലേസസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്, നമ്മെ ക്രിസ്തുവിനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. ഇന്നലെ രാത്രി ഞാനിതിന് പല മാനങ്ങൾ പറഞ്ഞു. ഹെവനിൽ പല കോർട്ടുകളുണ്ട്. മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു, നമുക്ക് ജില്ലാ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി എന്ന കോർട്ടുകൾ നമ്മുടെ രാജ്യത്തുള്ളതുപോലെ ഹെവനിലേക്ക് നമ്മൾ പോയാൽ, ഹെവനിലെ കുറിച്ച് നമുക്ക് ലഭ്യമാകുന്ന ചിത്രം വെച്ച് പോയാൽ അവിടെ ദൂതന്മാരുടെ ഒരു കോർട്ട് കാണാം. അവിടെ ഈ മോശ ആലയം പണിതപ്പോൾ പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരമാണ് പണിതത്. അപ്പോൾ പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം പണിതപ്പോൾ ഇവിടെയുള്ള ആലയം എങ്ങനെയോ അതിൻ്റെ ഒരു ക്ലിയർ ചിത്രത്തിലല്ലേ അവിടെ പണിതത്. അപ്പം അവിടെ പല കോർട്ടുകളുണ്ട്. അവിടെ പല കോർട്ടുകളുണ്ട്. ഇനി നിങ്ങൾ ഈ വാക്യം ഒന്ന് വായിച്ച്. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഈ ഹെവൻ റിലത്തിനകത്ത് സാത്താന് ചെല്ലാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട്. സ്പിരിച്വൽ റിലത്തിലാണ് ഇത് സംഭവിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ റിലത്തിൽ സാത്താൻ ചെന്നപ്പോൾ അവൻ ആരുടെ മുമ്പിലാണ് ചെന്നത്? യഹോവയുടെ ദൂതന്റെ മുമ്പിലാണ്. അപ്പം ഇവിടെ ഇങ്ങനെ പല റിലങ്ങളുണ്ട്. നമ്മൾക്ക് ഇതിനകത്ത് വാക്യങ്ങളുണ്ട് കേട്ടോ, പല വാക്യങ്ങളുണ്ട്. ഇതിന് സഹായകരമായ പല വാക്യങ്ങളുണ്ട്. അത് നിങ്ങൾ ആംപ്ലിഫൈഡ് വേഴ്സൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പകൽ സെക്ഷൻ നമുക്ക് ഭാഗങ്ങൾ എടുക്കാം. ഇപ്പം നമ്മൾക്ക് സമയം കുറവാണല്ലോ. അപ്പം നാം ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, സ്പിരിച്വൽ റിലത്തിൽ ആത്മാവിൻ്റെ അന്യഭാഷ, ആത്മസ്നാനത്തിൻ്റെ അടയാളമായ അന്യഭാഷ നാം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുകയും നമ്മുടെ വിശ്വാസം ബോൾഡ് ആവുകയും സ്പിരിച്വൽ റിലത്തിനകത്തേക്ക് നമുക്ക് എൻട്രി കിട്ടുകയാണ്. അവിടുത്തെ സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഏറ്റവും മെയിൻ കോർട്ടിനകത്ത് ഞാൻ പറഞ്ഞു, കാര്യസ്ഥനായിട്ട് നമ്മുടെ കർത്താവുണ്ട്. അവിടെയാണ് വിശുദ്ധന്മാർ ചെയ്യുന്ന, പുത്രിപുത്രന്മാർ ചെയ്യുന്ന പാപത്തെ ഡീൽ ചെയ്യുന്ന അവിടെയാണ് രാജ്യങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. രാജ്യസംബന്ധമായ തീരുമാനങ്ങൾ, എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് വിടുന്നില്ല. അപവാദിയായ പിശാചിന്റെ വാദഗതികളെല്ലാം തൊട്ട് പുറകിലുള്ള പ്രാകാരത തുല്യമായ കോർട്ടിലാണ് കൈകാര്യം ചെയ്യുന്നത്. പോട്ടെ. അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ഹെവൻ പ്ലേസസിൽ നമ്മൾ ഇരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമായി നമ്മുടെ അകത്ത് വെളിപ്പെട്ട് വരുമോ? നമ്മുടെ അകത്ത് ബോധ്യം വരുമോ? ഇവിടേക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷയങ്ങൾ ഭയങ്കരമായി ദൈവാത്മാവ് ഈ ബോധ്യതയിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഹെവൻ പ്ലേസസിൽ നിങ്ങൾ ഇരുത്തിയിരിക്കുന്നു എന്ന് വെളിപ്പാടിൽ നിങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ആ റിലം, ആ തലം നിങ്ങളുടെ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ തുടങ്ങും. ആ വിഷയത്തിനകത്ത് നിങ്ങൾ ഏത് കോർട്ടിലാണ് എത്തിക്കുന്നത്, സംസാരിക്കുന്നത്, പറയുന്നത്, നിങ്ങൾ ഇടപെടുന്നത്, നിങ്ങൾ എവിടെയാണ് ഇരുത്തിയിരിക്കുന്നത്, ഇതാണ് നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ നമ്മളിത് കൈകാര്യം ചെയ്യാനായിട്ട് ഇത് കർത്താവിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നിലവിളികളോ അല്ലെങ്കിൽ യാചനകളോ അല്ലെങ്കിൽ വിഷണ്ണ മനസ്സിലോ ഒന്നുമില്ല ഏൽപ്പിക്കുന്നത്. നമുക്ക് വേണ്ടി നീതിയോടെ കാര്യം നടത്തുന്ന ഒരു അഡ്വക്കേറ്റ് അവിടെയുണ്ട്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ അവന്റെ കയ്യിലേക്കാണ് നാം വിഷയങ്ങൾ ഏൽപ്പിക്കുന്നത്. അവൻ മുഖാന്തരം പിതാവിനെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ അന്യഭാഷ നാം പ്രാർത്ഥിക്കുമ്പോൾ സ്പിരിച്വൽ റിലങ്ങളിൽ നമുക്ക് വളർച്ചയുണ്ടാകുന്നെന്ന് മനസ്സിലാക്കി, സ്വർഗസ്ഥലങ്ങളിലെ ഹൈ സ്ഥലങ്ങളിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോവുകയാണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ വെളിപ്പാടിൽ വേണം അന്യഭാഷ പറയാനായിട്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ വിഷയങ്ങൾക്ക്, നമ്മുടെ കുടുംബങ്ങളിലെ വിഷയങ്ങൾ ഈ ഹൈക്കോർട്ടിൽ, ഈ സുപ്രീം കോർട്ടിൽ ഇന്ന് രാവിലെ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് അവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാം. നമ്മൾ എവിടെ നിൽക്കുന്നത്? നമ്മൾ അവിടെയല്ലേ നിൽക്കുന്നത്.
ആ ഹയർ ഇലത്തിലേക്ക് ദൈവാത്മാ നമ്മളെ കൊണ്ടുപോവുകയാണ്. ഓക്കെ, ഒറ്റ വാക്ക്, തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി അവൻ നമ്മെ രൂപപ്പെടുത്തുകയാണ്. ആ ഒറ്റ വചനം ധ്യാനിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ആ ഒറ്റ വചനം നമ്മെ അവനെ പോലെ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി നമ്മെ പണിയുന്ന ആത്മാവിൻ്റെ ഒരു പ്രോസസ്, ആത്മാവിൻ്റെ ഒരു പണിശാലയ്ക്കകത്താണ് നാം എല്ലാവരും. ആ വചനം, ഞാൻ ആ വചനം ക്ലിപ്പിനകത്തിടാം, വീഡിയോയ്ക്കകത്തിടാം. എല്ലാവരും ഈ വചനം ധ്യാനിച്ചുകൊണ്ട്, ഈ വചനം നിങ്ങളുടെ അകത്ത് ധ്യാനിച്ചുകൊണ്ട് അടുത്തൊരു 3-4 മിനിറ്റ് വരെ മനഃപൂർവ്വമായിട്ട് എല്ലാവരും അന്യഭാഷ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ അകത്ത് നടക്കുന്നുണ്ട്. ഇങ്ങനെ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അതരങ്ങളെല്ലാം തുറന്ന് മൈക്കിളെല്ലാം അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് ഷാഖാറാപന ഷേതുരാപനാപന ആരാധനാ അദുരദന ബാരബാരബ ശസ്കനാദിരാദര പ്രൗഢവനഗദുരവന ഗടഗദന ഹദുരവന ഗടഗദന. പരിശുദ്ധാത്മാവേ, ഇന്ന് രാവിലെ ഞങ്ങളുടെ അകത്ത് കർത്താവ് ഇത് വെളിപ്പാടാക്കി നൽകണമേ കർത്താവേ. സ്പിരിച്വൽ റിലത്തിനകത്ത് കർത്താവെ ഹയർ ഡയമെൻഷനുകളിലേക്ക്, ഹയർ തലങ്ങളിലേക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന ഈ 60 ഫാമിലികളെയും പരിശുദ്ധാത്മാവ് കൊണ്ടുപോകേണ്ടതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ജിബൽ പ്രൗഷമന ഹത്തരാദിര പ്രൗഢമന ഹദരജന ഗുദുരപന ഗടഗദന വാദര പ്രൗഷമന ജൂഡ പ്രൗഢമന ഹംദൽ ഘടഗദന വാദര പ്രൗഷമന ഹംദൽ ഘടഗദന വേദ പ്രൗഷമന ഹദര ബനബർഷമന പ്രൗഢമന ഗടഗദനം.
അന്തരവാനവ ശബര പ്രൗഢവനം ധലഭക്ഷ പ്രൗഢവനം ധല ഘടകജനഗദര പ്രൗഷവനഗത ചൂട പ്രൗഢവനം ധലഘട്ട പ്രൗഢവനം ധല വരവരവക്ഷ പ്രൗഢവനം ധല ഘടകജനഗതം ഞാൻ ഈ 2-3 ദിവസമായിട്ട് പ്രാർത്ഥനയിൽ ആവർത്തിച്ച് ശ്രമിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ പ്രബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഈ ഹെവൻ റിലത്തിലാണെന്നുള്ള ഒരു മനോഭാവം നിങ്ങളുടെ മനസ്സിനകത്ത് വരപ്പിക്കുകയാണ്. കാരണം ഈ കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നൊരു പദമുണ്ട്, ഉയരത്തിലുള്ളത് തന്നെ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. അപ്പോൾ നല്ലൊരു ആൾക്കാർക്ക് ഇതെന്താണ് ദൈവത്തിൻ്റെ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. അപ്പോൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം, പിന്നെ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. അപ്പോൾ എന്താണ് ഉയരത്തിലുള്ളത് അന്വേഷിക്കേണ്ടത്, എന്താണ് ഉയരത്തിലുള്ളത് ചിന്തിക്കേണ്ടത്? അപ്പോൾ ഇവിടെ നിങ്ങൾ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഇടമായ, അപ്പോൾ എന്താ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ അത് ഒരു ലൊക്കേഷൻ മാത്രമല്ല, അതൊരു പവർഫുൾ പൊസിഷനാണ്. അപ്പോൾ വലത്ത് ഭാഗത്ത് ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് പുത്രൻ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് ഉണ്ടാകേണ്ടത്, വെളിപ്പാടുണ്ടാകേണ്ടതും അതൊരു പവർഫുൾ പൊസിഷനാണ്. അവിടെയാണ് കർത്താവിന്മേലുള്ള ക്രിസ്തുവിൽ വ്യാപരിക്കുന്ന ശക്തി, അവരിൽ വ്യാപരിക്കുന്ന അധികാരം. ഇതൊരു ഒരു പൊസിഷനാണ്. നമ്മളെ കർത്താവിനോടുകൂടി ഇരുത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെയുള്ളത് ചിന്തിപ്പിൻ, ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ, നിങ്ങളെ ഇരുത്തിയിരിക്കുന്ന സ്ഥലത്തുള്ളത് ചിന്തിപ്പിൻ. അവിടെ നിങ്ങളെ ക്രിസ്തുവിനോടുകൂടെ ഇരുത്തിയിരിക്കുന്നു. ഇത് ദൈവം നിങ്ങളുടെ സ്പിരിറ്റിൽ തന്നിരിക്കുന്ന ഒരു പൊസിഷനാണ്. അപ്പോൾ ആ പൊസിഷനിൽ എന്തൊക്കെയാണോ ക്രിസ്തുവിൽ കൊടുത്തിരിക്കുന്നത്, ക്രിസ്തുവിൽ പകർന്നിരിക്കുന്നത്, അത് മുഴുവൻ നിങ്ങളുടെ അകത്ത് ആക്റ്റീവ് ആകുകയാണ്. എന്താ ക്രിസ്തുവിൽ കൊടുത്തിരിക്കുന്നത്? അവനെ സകല വാഴ്ചകൾക്കും, എല്ലാ വാഴ്ചകൾക്കും, അധികാരങ്ങൾക്കും, ശക്തിക്കും, കർത്തൃത്വത്തിനും, ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെട്ടവന് സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തി സകലതും അവന്റെ കാൽ കീഴാക്കി, സർവത്തിനും മീതെ അവനെ തലയാക്കി. ഇങ്ങനൊരു ഹയർ പൊസിഷനിൽ അവനെ ഇരുത്തി പിതാവ്. ഇതാണ് ഗ്ലോറി റിലത്തിന്റെ പ്രത്യേകത. എന്നിട്ട് നമ്മളെ അവന്റെ കൂടെ അവനിലിരുത്തി. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ തലത്തിലാണ് ഇരുത്തപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ തലത്തിലേക്ക് നമ്മൾ എൻ്റർ ആകുന്നത് എങ്ങനെയാണ്? ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഒരു പൊസിഷൻ തന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് കയറുന്നത് എങ്ങനെയാണ്? എബ്രായ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, വിശ്വാസത്തിന്റെ സ്വീകാര്യം. നേരത്തെ ഞാൻ ആ വാക്യം കാണിക്കാനാണ് ഇട്ടത്, പക്ഷെ ഇട്ടപ്പോൾ ഞാനത് മറന്നുപോയി. 14-ാം വാക്യം, 16-ാം വാക്യത്തിലാണ്. കണ്ടോ, ഞാൻ വാക്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കരൾ ലഭിപ്പാനും സത്സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായ നാം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലുക. എങ്ങനെ? ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം സ്വീകാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് തിരുവനന്തപുരത്തുള്ള സ്ഥലമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ മുറുകെ പിടിക്കുക. കണ്ടോ? അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെങ്ങനെ കൃപാസനത്തിലേക്ക് എൻ്റർ ആകുന്നത് എങ്ങനെയാണ്? നമ്മളെങ്ങനെ ഹെവൻലി പ്ലേസസ് ഇരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ മഹാപുരോഹിതൻ കടന്നുപോയി. എന്നിട്ട് അവൻ കടന്നുപോയ തിരശ്ശീലക്കകത്തേക്ക് അവൻ നമ്മെ വലിച്ചു കൊണ്ടുപോകുകയാണ്. അതിനകത്ത് നമ്മുടെ അകത്ത് അവൻ എന്തിട്ടിരിക്കുക?
നമ്മുടെ ആത്മാവിൽ നമ്മെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് അവൻ നമ്മുടെ ആത്മാവിൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ആ വാക്യങ്ങൾ കാണിച്ചു തന്നതാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലാണ് നങ്കൂരമിട്ടിരിക്കുന്നു എന്ന വാക്യം നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ നമ്മുടെ അകത്ത് ആത്മാവിൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. ശ്വസ്കനാദിനാഥന ആത്മാവിന് ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ ഈ തലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുക എങ്ങനെയാണ്? ഒന്ന്, നിങ്ങൾ വചനം നിങ്ങൾ വായിക്കുകയും ക്രിസ്തുനാഥന്റെ അകത്താണ് നിങ്ങൾ ഇരുത്തിയിരിക്കുന്നത്. ഇങ്ങനൊരു ഹയർ പൊസിഷൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇത് നിങ്ങൾ ഈ വചന വെളിപ്പാട് വായിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യണം. രണ്ടാമത്, നിങ്ങളുടെ ബുദ്ധി ഇതിന് നേരെ വിരോധമാണ്. വചനം പറയുന്നു നിങ്ങൾ അവൻ്റെ കൂടെ ഇരുത്തിയിരിക്കുന്നു, അവനിൽ ഇരുത്തിയിരിക്കുന്നു, സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു, നിങ്ങൾ അവൻ്റെ അകത്താണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണെന്ന് വചനം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയും നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ തൃശ്ശൂരാണ്, നിങ്ങൾ UAE-യിലാണ്, നിങ്ങൾ UK-യിലാണ്, നിങ്ങൾ ലോകത്തിലെ പല രാജ്യങ്ങളും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണ്, നിങ്ങൾ എന്താണെന്നും എവിടെയാണെന്നുമുള്ള നിങ്ങളുടെ അറിവ് നിങ്ങളുടെ ബുദ്ധി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബുദ്ധി അഫലമാകുമ്പോൾ ഈ തലത്തിലേക്ക് നിങ്ങൾക്ക് എൻ്ററാകാം. ഈ തലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു പല തലങ്ങളുണ്ട്. ഇതിൻ്റെ പ്രാകാരത്തിലാണ് രോഗം, ദാരിദ്ര്യം, ബിസിനസ്, ദുരാത്മാക്കള്, ഇതിനെല്ലാം ഡീല് ചെയ്യുന്നത് ഇതിൻ്റെ പ്രഥമ തലമാണ്. നിങ്ങൾ ഹെവൻലി പ്ലേസസിൽ ഈ റിലത്തിലേക്കാണ് നിങ്ങൾ എൻ്റർ ആകുന്നതെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഇത് മുഴുവൻ ക്യാൻസലാകും. ഞാൻ പറഞ്ഞല്ലോ, മുഴുവൻ രോഗവും ക്യാൻസലാകണം. സ്പിരിച്വൽ റിലത്തിനകത്ത് രോഗമില്ല, ആത്മതലത്തിൽ രോഗമില്ല, ആത്മതലത്തിൽ ദാരിദ്ര്യമില്ല, ആത്മതലത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ തകർച്ചയില്ല, ആത്മതലത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ദുരാത്മാവിൻ്റെ വാദമില്ല. ഹലോ, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? അപ്പൊ ആ തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്ന ഈ അധികാരത്തിൽ നിന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളുടെ ശാരീരിക തലത്തിലുള്ള രോഗങ്ങൾ പൊട്ടിമാറും. നിങ്ങളുടെ ശാരീരിക തലത്തിലുള്ള ദാരിദ്ര്യങ്ങൾ പൊളിഞ്ഞു മാറും. ദൈവം നിങ്ങളെ ഭൂമിയിൽ ദരിദ്രരായി ജീവിക്കാനല്ല വിളിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് കോടീശ്വരന്മാരാകുമോ? ആയിക്കോട്ടെ, നീ കോടീശ്വരന്മാരാക്കണ്ട. ദൈവം നിങ്ങളെ ആകണമെങ്കിൽ ആകട്ടെ. ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി നിങ്ങളുടെ കയ്യിൽ കർത്താവിനെ വിശ്വസ്തന്മാരെന്ന് കണ്ട് നിങ്ങളുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപ തരാൻ കർത്താവിന് ഹിതമാണെങ്കിൽ തരട്ടെ. നിങ്ങളത് വിശ്വസ്തമായി ഉപയോഗിക്കുക. നിങ്ങളൊന്നിനും പേടിക്കരുത്. അയ്യോ, കുറച്ച് പൈസ എൻ്റെ കൈ വന്നാൽ ഞാൻ തെറ്റിപ്പോകുമോ, ഇങ്ങനെ പേടിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഭയങ്കര ബോധക്കേടാണ് കേട്ടോ. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ യഹൂദന്മാരോട് പറഞ്ഞ ചില വാക്കുകൾ അടർത്തിയെടുത്ത് ദൈവസഭയ്ക്കകത്തേക്ക് കുത്തിക്കയറ്റുന്ന ഉപദേശകന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ഒരു ക്രിസ്തു മനുഷ്യൻ, ക്രിസ്തുവിൽ വളരുന്ന ഒരു മനുഷ്യൻ, തേജസ്സിന്മേൽ നിന്ന് തേജസ്സിലേക്ക് ദൈവാത്മാവിൽ വളരുന്ന ഒരു മനുഷ്യൻ, അവൻ ബ്ലസ്സഡ് ആയാൽ ആ ബ്ലെസ്സിങ് കൊണ്ട് അവൻ പാപയായി പോകില്ല. ആരാ നിങ്ങളോട് ഇത് പറഞ്ഞേ? പക്ഷെ ദൈവം നിങ്ങളെ വിളിച്ചത് ഇവിടെ കോടീശ്വരന്മാരാക്കാനല്ല, അത് നിങ്ങളുടെ അകത്ത് കിടക്കണം. സമ്പന്നനാകാനല്ല. സമ്പന്നൻ മീൻസ് എന്താ പറയുക, ഞാൻ അതിനകത്ത് ഉപയോഗിക്കുന്നൊരു പദമുണ്ട്, അപ്പോൾ അതെൻ്റെ പെട്ടെന്ന് തന്നെ നാവിൽ നിന്ന് വിട്ടു. എൻ്റെ ഉള്ളിൽ കിടക്കുന്ന വിഷയമല്ല, പക്ഷെ പെട്ടെന്ന് വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാ. നിങ്ങളിവിടെ എന്താ പറയുക, നിങ്ങളുടെ മെറ്റീരിയൽ തലത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളെ ഏറ്റവും വലിയ മെറ്റീരിയൽ തലത്തിൽ നിൽക്കുന്ന ആളാക്കാനല്ല കർത്താവ് വന്നത്. പക്ഷെ നിങ്ങളുടെ അവകാശമാണ് ദൈവിക റിസോഴ്സസുകൾ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ എല്ലാ മേഖലയിലും തുറന്നു വരിക എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങളുടെ കുടുംബങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിങ്ങൾ നിൽക്കുന്ന തലത്തിൻ്റെ വെളിപ്പാടി വേണം പ്രാർത്ഥിക്കാൻ കേട്ടോ. നിങ്ങൾ നിൽക്കുന്ന തലത്തിനെ കുറിച്ചൊരു ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാക്കണം. ഞാൻ അതിനാണ് നിങ്ങളോട് അന്യഭാഷ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അപ്പം ഞാൻ നിങ്ങളുടെ അകത്തൊരു ചിത്രം വരയ്ക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? എൻ്റെ വീടിൻ്റെ അടിസ്ഥാനത്തിലല്ല, എൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഇങ്ങനൊരു ചിത്രം ദൈവാത്മാവിൽ വരയ്ക്കുകയാണ്, ഒരു ഇമാജിനേഷൻ വരയ്ക്കുകയാണ്. അതെന്തിനാണ്? അത് വരയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ബൈബിളിൽ വാക്യമുണ്ട്, മോഹിച്ചാൽ പാപം ചെയ്യുന്നു. അപ്പം നമ്മളുടെ മനസ്സിനകത്ത് നമ്മളൊരു ചിന്ത ചിന്തിക്കുമ്പോൾ ആത്മതലത്തിൽ നാം ചിന്തിക്കുന്ന ചിന്ത, ബുദ്ധിയിൽ നാം ചിന്തിക്കുന്ന ചിന്ത ആത്മതലത്തിൽ അതൊരു പ്രവൃത്തിയാണ്, അത് പാപമാണ്. മോഹം പാപമാണ്. എങ്ങനെയാ മോഹം പാപമായത്? സ്പിരിച്വൽ റിലത്തിൽ അതൊരു പ്രവൃത്തിയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്വർഗം ഇമാജിൻ ചെയ്താലോ, നിങ്ങൾ പുത്രന്റെ അകത്താണെന്ന് ഇമാജിൻ ചെയ്താലോ,
നിങ്ങൾ ഹെവനിലാണെന്ന് ഇമാജിൻ ചെയ്താലോ, നിങ്ങൾ ഹൈക്കോർട്ടിലാണ്, സുപ്രീം കോർട്ടിലാണെന്ന് ഇമാജിൻ ചെയ്താലോ, നിങ്ങൾ ബുദ്ധിയുടെ ബലത്തിൽ ചെയ്യുന്ന ഇമാജിനേഷൻ നിങ്ങളെ ആത്മാവിൽ അവിടേക്ക് കൊണ്ടുപോകുകയാണോ? അതൊരു സ്പിരിച്വൽ റിലത്തിൽ പ്രവൃത്തിയാണോ? ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കർത്താവേ കൃപ. 60 ഡിവൈസുകൾ അടഞ്ഞിരിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും ഇത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുമ്പോൾ സ്പിരിച്വൽ റിലത്തിനകത്ത് ഇതൊരു പ്രവൃത്തിയാണ്. സ്പിരിച്വൽ റിലത്തിനകത്ത് ഇത് പ്രവൃത്തിയാണ്. അപ്പം നിങ്ങൾ ഹെവനിൽ അവനോടുകൂടി ഇരുത്തിയിരിക്കുന്നെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ എന്താ നടക്കുന്നത് അവിടെ? അതൊരു പ്രവൃത്തിയാണ്, സ്പിരിച്വൽ റിലത്തിൽ പ്രവൃത്തിയാണ്. നീ അവൻ്റെ അകത്താണ്. ഇത് നീ ആ തലത്തിൽ അത് ഇമാജിൻ ചെയ്ത് കുറച്ച് നേരം നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞു, പ്രാർത്ഥനകൾ മണിക്കൂറുകളായി മാറാൻ തുടങ്ങും. അവിടെ നിന്റെ സ്പിരിറ്റിൻ്റെ കണ്ണ് തുറന്നു വരും. നിനക്ക് കാണാം, നിന്റെ മുറിക്കകത്ത് സ്പിരിച്വൽ റിലം ഓപ്പൺ ആകും. എന്നോട് പല ആൾക്കാർ പറയുന്നു, പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ ദർശനം കാണുന്നു, പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മ കണ്ണ് തുറക്കുന്നു, അനുഭവങ്ങൾ ഉണ്ടാകുന്നു. എന്താ ഉണ്ടാകുന്നത്? നിങ്ങളുടെ അകത്തുണ്ടായ ഫെയ്ത്തിനാൽ നിങ്ങളുടെ സ്പിരിറ്റിന്റെ കണ്ണ് തുറക്കുകയാണ്. നിങ്ങളുടെ മുറിക്കകത്ത് ഇത് തുറന്നു വരികയാണ്. സ്പിരിച്വൽ റിലം ഓപ്പൺ ആവുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ വിഷയങ്ങൾ കൂടി പ്രാർത്ഥിക്കുമ്പോൾ സമയം ഓടിപ്പോവുകയാണ്. 2-3 മിനിറ്റ് നേരം കൂടെ നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കണം. 3-4-5 മിനിറ്റ് കൂടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ വിഷയങ്ങൾ എന്താണ്? ഈ സ്പിരിച്വൽ റിലത്തിലെ ഹൈക്കോർട്ടിൽ, സുപ്രീം കോർട്ടിൽ നിൽക്കുന്ന ന്യായാധിപ സഭയുടെ ന്യായാധിപനായി നിൽക്കുന്ന എന്ത് കാര്യത്തിലും നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരുവനിരിക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന സുപ്രീം കോർട്ട്, അല്ലെങ്കിൽ സ്വർഗീയ കൃപാസനം. അവിടെ എബ്രായ ലേഖനത്തിൽ ഞാൻ ഇന്നലെ ഇത് വായിച്ചു കൽപ്പിച്ചതാണ്. ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും, കണ്ടോ, സിദ്ധന്മാരുടെ ആത്മാക്കൾക്കും അടുക്കലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ന്യായാധിപതിയായ അവന്റെ കയ്യിലേക്ക്, നിങ്ങൾ അവന്റെ അകത്താണ് ഇരിക്കുന്നത്, അവിടെ ഇരുത്തിയിരിക്കുന്നത്. വെളിപ്പാടിൽ ഈ വെളിപ്പാട് ഉണ്ടാകാനാണ് ഞാൻ നിങ്ങളുടെ അന്യഭാഷ പ്രാർത്ഥിക്കാൻ പറയുന്നത്. എന്നിട്ട് നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ ധൈര്യത്തോടെ അവനോടൊന്ന് തുറന്ന് പറയൂ. എന്നിട്ട് ഏതെങ്കിലും വിഷയങ്ങൾ ഇവിടെ പിശാച് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ ഇരിക്കുക എന്നുള്ള അധികാരത്തിൽ അവലേക്ക് നോക്കി കൽപ്പിക്കുമോ? 2 കാര്യം. ഒന്ന്, നമുക്ക് അവനോട് സംസാരിക്കാം. ആരോടാ? പിതാവിനോട് പുത്രന്റെ നാമത്തിൽ സംസാരിക്കാം. 2, നിങ്ങളുടെ കുടുംബത്തെ കുഴയ്ക്കുന്ന വിഷയങ്ങൾ, നിങ്ങളുടെ തലമുറകളെ കുഴയ്ക്കുന്ന വിഷയങ്ങളിലേക്ക് നോക്കി നിങ്ങൾക്ക് കൽപ്പിക്കാം, വചനം കൽപ്പിക്കാം. ആദ്യം ഒരു 3-4 മിനിറ്റ്, 2-3 മിനിറ്റ്, 3-4-5 മിനിറ്റ് എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് അന്യഭാഷ സംസാരിച്ചിട്ട് ഈ തലത്തിലേക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഈ ഒരു ഇമാജിനേഷൻ വരയ്ക്കണം, കേട്ടോ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ. എന്നിട്ട് നിങ്ങളൊന്ന് മലയാളത്തിൽ പ്രാർത്ഥിച്ച്, നിങ്ങളുടെ ഭാഷ പ്രാർത്ഥിച്ചു, എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച്. ഷാബൽ പ്രൗഷബന ഹംബ പ്രൗഢബന ഘടകബനം. പരിശുദ്ധാത്മാവേ, ഇവരെ ഇരുത്തിരിക്കുന്ന ഹയർ റിലം ഇവരെ മനസ്സിനകത്ത് തെളിഞ്ഞു വരട്ടെ. ഇവരത് ധ്യാനിക്കട്ടെ. 1000 കോടാനുകോടി ദൂതന്മാരും കെറൂബുകളും സെറാഫുകളും അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന വ്യത്യസ്ത റിലങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്വർഗതലങ്ങളിലെ ഹയർ കോർട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നതിനെ ഞങ്ങൾ നന്ദി പറയുകയാണ്. അവിടെ പിതാവിന്റെ വലത്തുഭാഗത്ത് എല്ലാ ശക്തികൾക്കും, എല്ലാ അധികാരങ്ങൾക്കും, എല്ലാ വാഴ്ചകൾക്കും, എല്ലാ കർത്തൃത്വങ്ങൾക്കും മീതെ തലയാക്കി വെച്ചിരിക്കുന്ന കർത്താവെ, ക്രിസ്തുവിന്റെ പിതാവെ, അങ്ങ് നൽകിയിരിക്കുന്ന ആ പൊസിഷൻ, ആ പവർഫുൾ പൊസിഷൻ, ആ അധികാരം, ആ ശക്തി, അതിനകത്താണല്ലോ ഞങ്ങൾ ഇരുത്തിയിരിക്കുന്നവർ.
ധീര പ്രൗഷമന ഹത്തൽ കടകജന ഹാദൽ പ്രൗഷമന ഹന്തരാതിരത്രാദന അതര കടകജന ഹതരജനകതുര ഹതുരപന കടകജന ഹത്തൽ പ്രൗഷമന ഹമ്മ പ്രൗഢമന ഘടകജനകതുര ഘടകജന ലാധലാതിര പ്രൗഷമന ഹംദൽ കടകജന ഹാദ പ്രൗഷമന ഹപ്പ പ്രൗഢമന അതര ജനകതുരമന ഹത്തൽ കടകജന ഹത്തലേദിക പ്രൗഷമന ഘടകജന അന്തൽ കടകജന ഹാദൽ പ്രൗഷമന ഹത്തൽ കടകജന അന്തൽ പ്രൗഷമന ഹതര ജനകതുരമന അത്തൽ പ്രൗഢ റബൻ പ്രൗഷസ് കദ റബ പ്രൗഷമന ഹംദൽ പ്രൗഷമന ഞാൻ നിങ്ങളുടെ മൈക്ക് ഇപ്പോൾ മ്യൂട്ട് ചെയ്തു. നിങ്ങൾ ഇനി നിങ്ങളുടെ വീട്ടിനകത്ത് ഇപ്പോൾ ഏത് വിഷയത്തിലാണ് ദൈവം ഇടപെടേണ്ടത്, ആ വിഷയമൊന്നും നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാതെ നിങ്ങളുടെ വീട്ടിൽ ദൈവം ഇടപെടേണ്ട വിഷയം ഇപ്പോൾ നിങ്ങൾ ആ ഹെവൻ കോർട്ടിനകത്ത് നിൽക്കുകയാണ്, സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുകയാണ് എന്ന വെളിപ്പാടിൽ ദൈവം തീർക്കേണ്ട വിഷയത്തെ ദൈവത്തോടൊന്ന് പറഞ്ഞേ. നിങ്ങൾ അവിടെ ഇരിക്കുന്നെന്നുള്ള ആ ഹയർ ഇലം തുറന്നു കിടക്കുന്ന ഈ സമയത്തൊന്ന് പറഞ്ഞ ദൈവത്തോട്, അപ്പനോട് പറയുന്ന പോലെ പറ. മൈക്ക് അൺമ്യൂട്ട് ചെയ്യണ്ട. ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ വേണ്ട. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പറയുന്ന ദൈവം കേട്ടാൽ പോരെ. അതൊന്ന് പറഞ്ഞോ, ദൈവത്തോട് പറഞ്ഞോ. ഷസ്കന ലബപ്രൗഷസ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞവർ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലും മേഖലകളിൽ പിശാച് അടക്കി വെച്ചിരിക്കുന്ന, പിശാച് അല്ലെങ്കിൽ ശത്രു അവകാശമാക്കി കൈവശമാക്കി വെച്ചിരിക്കുന്ന തലങ്ങളുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ക്രിസ്തുവിലാണ്, ഹയർ പൊസിഷനിലാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തിയിരിക്കുകയാണ്. അപ്പം നിങ്ങളെ അവനോടുകൂടി അവനിലിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ശക്തി, സകല ശക്തിക്ക് മേലായ നാം അവിടെയാണ്. അപ്പം അവിടെ ഇരുന്നു കൊണ്ട് എവിടെയൊക്കെയാണ് നിങ്ങളുടെ കുടുംബങ്ങളിൽ തകർച്ച സംഭവിച്ചിരിക്കുന്നത്, തലമുറകളിൽ, ഫൈനാൻഷ്യൽ തലത്തിൽ, ഇതിലൊക്കെ ബ്രേക്ക് ത്രൂ സംഭവിക്കും കേട്ടോ. ഇതിനെല്ലാം ബ്രേക്ക് ത്രൂ സംഭവിക്കും. ഇവിടെ എല്ലാം ദൈവാത്മാവ് ഇടപെടാൻ തുടങ്ങും. ഒന്ന് നിങ്ങൾ ആ വിഷയത്തിലേക്ക് നോക്കി ഒന്ന് കൽപ്പിച്ചേ. ഒന്ന് ആ വിഷയത്തിലേക്ക് നോക്കി ഒന്ന് കൽപ്പിച്ചേ. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, പിശാചിനോട് കൽപ്പിക്കുന്നു. പിശാച് അടക്കി വെച്ചതിനോട് കൽപ്പിക്കുകയാണ്. രണ്ടും രണ്ടാണേ. പിശാചിനോട് അപേക്ഷിച്ച് ദൈവത്തോട് കൽപ്പിക്കരുത്. ദൈവത്തോട് സംസാരിക്കുക, പിശാചിനോട് കൽപ്പിക്കുക. വിട്ടുവരാൻ പറ. നിങ്ങൾ ധൈര്യത്തോടെ പറ. ഷാഗന. മനസ്സിലല്ല പറയേണ്ടത്, ആദരം തുറന്ന് പറയണം കേട്ടോ. ഷാദൽഖനാദിന ദര പ്രൗഷസ്കനാദിനാദന പ്രൗഷസ്കനാദിനാദന വേദ പ്രൗഷസ്കന അംദൽ ഘടകദന രഗഷസ്കനാദിന. നമുക്ക് ഈ ഒരു കാര്യം കൊണ്ട്, ഈ ഒരു വാക്യം കൊണ്ട് ധ്യാനിച്ച് നമുക്കിപ്പോഴത്തെ നമ്മുടെ പ്രാർത്ഥനാ സെക്ഷൻ അവസാനിപ്പിക്കാം. കൊലോസി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യമാണിത്. 5-6 മിനിറ്റ് കൂടെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. നിങ്ങളിൽ, ഞാൻ വായിക്കുന്നത് സമയലാഭത്തിന് വേണ്ടിയാണ് കേട്ടോ. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിൻ്റെ ദാസനായ എപ്പപ്രാസ് നിങ്ങൾ വന്ദനം ചൊല്ലുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഗതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങളിൽ ഒരുവനായ എപ്പപ്രാസ് നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണ്? നിങ്ങൾ അവൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ്? നിങ്ങളെല്ലാവരും ആരായി മാറണം? തികഞ്ഞവരായി മാറണം. ദൈവഗതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുകയാണ്. ഈ പോരാടുക എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തോന്നുന്നത് പിശാചിനോടാണെന്നാണ്. സ്പിരിച്വൽ പ്രാർത്ഥനയിൽ നടക്കുന്നൊരു പോരാട്ടമുണ്ട് കേട്ടോ. അത് ബഹളം ഉണ്ടാക്കുന്നതല്ല. ഫെയ്ത്തിനകത്ത് നമ്മൾ ദൈവത്തെ ഈ വിഷയത്തിൽ
പ്രവർത്തിക്കാതെ വിടുകയില്ലെന്ന് യാക്കോബ് പോരാടി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യാബോക്ക് കടവിൻ്റെ തീരത്ത് വെച്ച് പിശാചിനോടാണോ പോരാടിയത്? അല്ല, ദൈവത്തിൻ്റെ ദൂതനോടാണ്. നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരാനുള്ള ഒരു ബ്ലെസ്സഡ് ഭാവിയുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, നിങ്ങളുടെ ഭർത്താവിൻ്റെ മേൽ, ഭാര്യയുടെ മേൽ, തലമുറകളുടെ മേൽ, നിങ്ങളുടെ മേൽ തുറന്നു വരാനുള്ള ബ്ലെസ്സഡ് ഭാവിയുണ്ട്. ദൈവഗതം നിങ്ങളുടെ കുടുംബത്തിൽ തുറന്നു വരാനായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തികഞ്ഞവരാകണം. അപ്പം നിങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള നമ്മൾ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന ഈ 60 പേരും ദൈവഗതം സംബന്ധിച്ച് തികഞ്ഞവരാകേണ്ടതിന്, ഇവരെല്ലാവരും നോക്കിയേ, തികഞ്ഞവരാകേണ്ടതിന്, ദൈവഗതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരാകേണ്ടതിന് നമുക്ക് ഫെയ്ത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് സംസാരിക്കാം. ആ ഫെയ്ത്തിൽ നിന്ന് ഇവരെ ദൈവം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ കാരാഗ്രഹത്തിൽ കിടന്ന ദൈവത്തോട് പറയാം, ദൈവമേ ഞങ്ങളുടെ ചർച്ചിനകത്തുള്ള എല്ലാവരും, കൊലോസിലുള്ള എല്ലാവരും തികഞ്ഞവരാക്കണമേ. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കും, നമ്മൾ 60 പേര് കേൾക്കുന്നുണ്ടല്ലോ, അല്ലെ 59 പേര് കേൾക്കുന്നുണ്ടല്ലോ. ഞാനീ പറഞ്ഞ നിങ്ങൾ കേൾക്കുന്നുണ്ട്. പൗലോസ് ചെയ്ത് നമുക്ക് വായിക്കാനുണ്ട്. പക്ഷെ ഇവർ പറയുന്ന ആരെങ്കിലും കേൾക്കാനുണ്ടോ? ഒറ്റയാൾ കേൾക്കാനുള്ളൂ. അത് സ്വർഗമാണ്. അവർക്കറിയാം ദൈവം അങ്ങനെ തികഞ്ഞവരാക്കുന്നു. നിങ്ങളുടെ മക്കളെ ദൈവം അങ്ങനെ തികഞ്ഞവരാക്കുവോ? വേറൊരു രാജ്യത്താണ് നിങ്ങളുടെ തലമുറ നിൽക്കുന്നതെങ്കിൽ ആ രാജ്യത്ത് നിങ്ങളുടെ തലമുറകളെ ദൈവം തികഞ്ഞവരാക്കുവോ? നിങ്ങളുടെ എല്ലാ മേഖലകളിലും ആ തികവ് വെളിപ്പെട്ട് വരുമോ? ഒന്ന് നിങ്ങൾ വിശ്വാസത്തോടെ, ഫെയ്ത്തിന്റെ പ്രഖ്യാപനത്തോടെ ഈ വാക്യം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ. ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു, അതോടെ നിർത്തിക്കോ. എല്ലാം മൈക്കും അൺമ്യൂട്ട് ചെയ്ത് ഈ വാക്യം ഒന്ന് പറഞ്ഞ്. ഏത് വ്യക്തികളൊക്കെയാണ് ദൈവം തികഞ്ഞവരാക്കേണ്ടത്? നിങ്ങളുടെ തലമുറയാണോ? നിങ്ങളുടെ ഭർത്താവിനെയാണോ? നിങ്ങളുടെ ഭാര്യയാണോ? അല്ലോ അത് നമ്മൾ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന ഈ 60 കുടുംബങ്ങളെയാണോ? അതോ നമ്മുടെ ചർച്ചിനകത്ത് കണ്ടമാനം കുടുംബങ്ങളുണ്ട്. ഷാലോമിന്റെ ഗ്രൂപ്പുകളിൽ തന്നെ 1000-ഓളം പേരുണ്ട്. ഇവരെല്ലാം ദൈവം തികഞ്ഞവരാക്കണോ? നിങ്ങളുടെ ചർച്ചിനകത്ത്, നിങ്ങൾ കൂടുതൽ ലോക്കൽ ചർച്ചില്ലേ, ആ ചർച്ചിനകത്ത് എല്ലാവരും, നിങ്ങളുടെ ദൈവദാസനെ, ഇനി വേണ്ട സജിപാസ്റ്ററെ, കർത്താവേ എല്ലാവരും തികഞ്ഞവരാക്കണമേ, 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 പെർഫെക്റ്റ് ആക്കണമേ, പെർഫെക്റ്റ് ആക്കണമേ. ഓ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറ്റുള്ളവരെ തികഞ്ഞവരാക്കാൻ കരുത്തുണ്ട് കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, വിശ്വാസത്താലുള്ള പ്രാർത്ഥനയ്ക്ക് മറ്റുള്ളവരെ തികഞ്ഞവരാക്കാൻ കരുത്തുണ്ട് കേട്ടോ. ആ ഫെയ്ത്തിന്റെ തലത്തിൽ നിന്ന് പറഞ്ഞേ, നിങ്ങൾ ആ അധികാരത്തോടൊന്ന് പറഞ്ഞേ, പിതാവിനോട് അവകാശത്തോടൊന്ന് പറഞ്ഞേ, അപ്പാ ഞങ്ങളുടെ സഭ തികഞ്ഞവരായ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ആരൊക്കെയോ പറയുന്നു ഞങ്ങളുടെ സഭ അങ്ങനെ തികഞ്ഞവരാകണം. എല്ലാ ലോക്കൽ ചർച്ചും, നമുക്ക് സഭയിൽ വ്യത്യാസമില്ല കേട്ടോ. ഷാലോമിൽ കൂടുന്നവർ പല ചർച്ചിലുള്ളവരാണ്. നമ്മുടെ എല്ലാ കർത്താവിന്റെ ശരീരമാണ്. പല തലത്തിലാണ് അവരുടെ റെവലേഷൻ മാത്രമേ ഉള്ളൂ. ആര് പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി? കുറ്റം പറയാൻ എളുപ്പമാണ്. ട്രഡീഷണൽ സഭകളെയും ന്യൂ ജനറേഷൻ സഭകളെയും ഒക്കെ വേർതിരിച്ച് അപവാദങ്ങളും അപഖ്യാതികളും കുറ്റവും പറയാൻ എളുപ്പമാണ്. പല ദൈവദാസന്മാരെയും കുടുക്കുന്നു, അല്ലെങ്കിൽ കുടുങ്ങിപ്പോകുന്നു. കർത്താവേ, അവരെ കുറിച്ച് പറയാൻ, വാർത്തകൾ വായിക്കാൻ, വാർത്തകൾ ഷെയർ ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് പറയാം, കർത്താവേ ഞങ്ങളെല്ലാം പെർഫെക്റ്റ് ആക്കണമേ, ഞങ്ങളെല്ലാം തികഞ്ഞവരാക്കണമേ. പണിയണമേ, ആത്മാവിൽ ഞങ്ങളെ തികഞ്ഞവരാക്കണം. പിശാചിന് ഒരു അപവാദം പോലും പറയാൻ കഴിയാതെ വണ്ണം, ഒരു വ്യക്തിക്ക് പോലും ഞങ്ങളെ കുടുക്കുവാൻ കഴിയാതെ വണ്ണം, ഞങ്ങളുടെ മനസ്സിനകത്ത്, ഞങ്ങളുടെ ചിന്തക്കകത്ത്, ഞങ്ങളുടെ എല്ലാ മേഖലകളും ഞങ്ങളെ തികഞ്ഞവരാക്കണം.
പുരുഷനിൽ വിരുദ്ധത്താൽ അനേകരും തീരെ പിന്മാറി ഖേദിക്കും. ധീരത നൽകുകേശുവേ വീരനാം സാക്ഷിയാകുവാൻ. ധീരത നൽകുകേശുവേ വീരനാം സാക്ഷിയാകുവാൻ. ഉറപ്പിക്കെന്നെ എന്നാദ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ഉറപ്പിക്കെന്നെ എന്നാദ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താല് ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താല് ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ശൈശവപ്രായ വീഴ്ചകൾ മോശയാലുള്ള താഴ്ചകൾ. ശൈശവപ്രായ വീഴ്ചകൾ മോശയാലുള്ള താഴ്ചകൾ നീക്കുകയെല്ലാം നായക. ഏകുക നിൻ സമ്പൂർണത. നീക്കുകയെല്ലാം നായക. ഏകുക നിൻ സമ്പൂർണത. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ. നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട അടി, ഭീരുത്വത്താൽ അനേകരും തീരെ പിന്മാറി ഖേദിക്കുമ്പോൾ ധീരത നൽകുക യേശുവേ വീരനാം സാക്ഷിയാകുവാനായിട്ട്. എന്നെ ഏറ്റവും അധികം ഞാൻ എൻ്റെ കർത്താവിനോട് തിരിഞ്ഞ സമയത്ത് ഞാൻ കണ്ടമാനം മാസങ്ങൾ ഈ പാട്ട് മാത്രം പാടിയിട്ടുണ്ട്. അതിനകത്ത് ഈ അടിയാണ് അതിന് കാരണം. ശൈശവപ്രായ വീഴ്ചകൾ മോശയാലുള്ള താഴ്ചകൾ നീക്കുകയെല്ലാം നായക. ഏകുക നിൻ സമ്പൂർണത. ഇത് നമ്മുടെ അപ്പച്ചന്മാര് പാടിയ പാട്ടാ. കർത്താവേ, ഞങ്ങളുടെ മോശയാലുള്ള താഴ്ചകളെല്ലാം മാറ്റിയിട്ട് നിന്റെ സമ്പൂർണതയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന്. അപ്പൊ സമ്പൂർണനായിട്ട് നമ്മളെ മാറ്റുമോ കർത്താവ്? തികഞ്ഞവരാക്കി കർത്താവ് മാറ്റുമോ നമ്മളെ? അവൻ നമ്മളെ മാറ്റുന്ന കർത്താവാണ്. അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു അനുഗ്രഹീതമായ ദിവസം കർത്താവ് ഇന്ന് പകൽ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പ്രാർത്ഥന സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഒരു ശരീരമായി, അങ്ങയുടെ മഹത്വമുള്ള ശരീരമായി ആത്മാവിൽ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, തിരുവചനത്തിൻ്റെ വെളിപ്പാടുകൾ ധ്യാനിക്കുവാൻ, സ്വർഗ്ഗതലങ്ങളിൽ ദൈവാത്മ ഞങ്ങൾ ഇരുത്തിരിക്കുന്നതിൻ്റെ മഹിമ മനസ്സിലാക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ മക്കൾ പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. പലർക്കും പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവയ്ക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒരു വ്യക്തി സഹായിയായിട്ടില്ലാതിരിക്കുമ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളുടെ ഏറ്റവും വലിയ സഹായമായ അങ്ങയുടെ അടുക്കിലേക്ക് അടുത്തു വന്ന് അങ്ങയോട് ഞങ്ങളുടെ വിഷയങ്ങൾ പങ്കിടുവാൻ കർത്താവ് എനിക്ക് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു.
ഞാൻ ഈ കുടുംബങ്ങളെ മുഴുവൻ ഇന്ന് രാവിലെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സന്ദേശം പിന്നത്തെ യൂട്യൂബിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ അപ്പോൾ അങ്ങ് അവരോടും ഇടപെടണമേ. ഞാൻ ഇവരെ മുഴുവൻ സ്വർഗത്തിനും ഭൂമിക്കും പ്രൊസസ്സറായ അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അങ്ങയിൽ നിന്നുകൊണ്ട് അങ്ങയാൽ ഇവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കുടുംബങ്ങൾ മുഴുവൻ അനുഗ്രഹമാകട്ടെ. ഇപ്പോൾ ഇതിനകത്തുള്ള രോഗികളുടെ മേൽ സൗഖ്യം തുറക്കണമേ. ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ തുറക്കണമേ. ഇവരെ ആത്മതലത്തെ കർത്താവ് പുതുക്കണമേ. ആത്മാവിൽ സഞ്ചരിപ്പാൻ കൃപ കൊടുക്കണമേ. വേഗത്തിൽ ഇവരെല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കരം അനുകൂലമായി തുറക്കുകയും പെട്ടെന്ന് തന്നെ പരിശുദ്ധാത്മാവ് ഇവരെ ആ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടവനായിട്ട് ഞാൻ ഈ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവർ അതാത് ദേശങ്ങളിൽ പ്രയോജനപ്പെടട്ടെ. ദൈവത്താൽ വളർച്ച പ്രാപിക്കട്ടെ. ദൈവകരങ്ങളിൽ ഇവർ ശോഭയുള്ള പാത്രമായി കിരീടങ്ങളായി മാറട്ടെ. കർത്താവേ, ഇവരുടെ കുടുംബങ്ങളിൽ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നവരുണ്ട്. ഇവരുടെ ഭർത്താവ്, ഭാര്യ, മക്കള്, മാതാപിതാക്കള്, കൂട്ടുബന്ധുമിത്രാദികൾ, മരുമക്കള് എല്ലാം അവരെല്ലാം ഈ കുടുംബം മുഴുവൻ എല്ലാവരും ദൈവഗതം സംബന്ധിച്ച് തികഞ്ഞവരായി മാറേണ്ടവന് ഞാൻ അവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെല്ലാം ഞങ്ങൾ ഈ രാവിലെ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ മുഴുവൻ ഇപ്പോൾ അങ്ങ് തൊടേണ്ടവരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവരെ കർത്താവിൻ്റെ മക്കളാക്കി, കർത്താവിൽ വളർത്തുന്ന വളർച്ചയുടെ ആഴങ്ങൾ തുറക്കുന്നവരാക്കി അങ്ങ് അവരെ വാർത്തെടുക്കണമേ. കർത്താവെ, ഞങ്ങളുടെ തലമുറകളോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും അങ്ങയുടെ കരം അനുകൂലമാക്കണം. മഹത്വം കുഞ്ഞാടിന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ബന്ധം വന്നേക്കും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവരിയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം. Shalom.